ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഈ RPF നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്, ഏത് സോണിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സോണിലാണ് വേക്കൻസി കൂടുതൽ, എവിടെ അപ്ലൈ ചെയ്താലാണ് പെട്ടെന്ന് ജോലി കിട്ടുക, ഏതാണ് ഏറ്റവും നല്ലതെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾക്ക് നമ്മൾ മെസ്സേജിന് റിപ്ലൈ ചെയ്തു, കുറേ ആളുകളുടെ കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ ചോദ്യത്തിന് ഒരു അവസാനമില്ലാതെ ഇങ്ങനെ ഒഴുകി വരുന്നത് കൊണ്ട് അതിനൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സാധാരണ RPF വരുമ്പോൾ RPF ഒരു സോണും കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. എന്നാൽ ദിസ് ടൈം RPF അങ്ങനെ സോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വന്നിട്ടുള്ള വേക്കൻസീസ് എല്ലാം തന്നെ ഓൾ ഇന്ത്യ വേക്കൻസീസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ വേക്കൻസീസിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ സോണെന്നോ ഡിവിഷനെന്നോ പറഞ്ഞ് എന്ത് ചെയ്യേണ്ടാവും, ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ വേക്കൻസിക്കുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ മക്കളെ. അപ്പോൾ ഈ ഒരു സംശയം പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ വളരെ ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ.